ആണവാക്രമണങ്ങളെക്കുറിച്ചുള്ള ഭീതി എന്നും ലോകത്തിനുണ്ട്. ആണവ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടായാൽ അത്തരമൊരു ആണവാക്രമണം നടക്കുമോ എന്ന ഭീതി ലോകത്തെ എല്ലാ രാജ്യങ്ങളുമുണ്ട്. ലോകത്ത് ഇതുവരെ 2 ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം കണ്ടിട്ടില്ലായിരിക്കും. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളിലൂടെ ലോകം ഇപ്പോൾ കണ്ടു. ഒരു ആണവ രാജ്യത്തെ ധൈര്യപൂർവ്വം ആക്രമിക്കുന്ന മറ്റൊരു ആണവ രാജ്യത്തെ ലോകം കണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെയായിരുന്നു. ഒരുപക്ഷെ പാകിസ്ഥാന് നേരെയുള്ള ആക്രമണമായിരുന്നില്ലെങ്കിലും അത് പാകിസ്ഥാൻ്റെ ഭൂഭാഗത്ത് നടന്ന ഒരു ആക്രമണമെന്ന നിലയ്ക്ക് പാകിസ്ഥാനും ആ സംഘർഷത്തിൽ ഇടപെടുകയും ഇന്ത്യയുമായുള്ള ഒരു സംഘർഷം പിന്നീട് പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ലോകത്ത് ഓരോ വൻശക്തി രാഷ്ട്രങ്ങളെയും നമ്മൾ നോക്കിയാൽ, അല്ലെങ്കിൽ ഇന്ന് യുദ്ധം നടക്കുന്ന പല രാജ്യങ്ങളിലും നമ്മൾ നോക്കിയാൽ, ഈ രാജ്യങ്ങൾ പലതും ഒന്നുകിൽ ഒരു രാജ്യം ആണവശക്തി ആയിരിക്കില്ല. അതുപോലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷമാകട്ടെ, ഇറാൻ ഒരു ആണവായുധം വികസിപ്പിക്കാനുള്ള സാധ്യതയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇസ്രായേൽ ഒരു ആണവ ശക്തിയുമാണ്. അതുപോലെ അമേരിക്ക നടത്തിയ യുദ്ധങ്ങളെല്ലാം തന്നെ ആണവ രാജ്യങ്ങൾ അല്ലാത്ത രാജ്യങ്ങളുടെ കൂടെയാണ്. ചൈനയാകട്ടെ കുറച്ചു കാലമായി അവർ യുദ്ധമൊന്നും ചെയ്യുന്നില്ല. അതുപോലെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധമാകട്ടെ, റഷ്യ ഒരു ആണവ രാജ്യമാണ്, ഉക്രൈൻ ആണവ രാജ്യമല്ല. ഇങ്ങനെ ആണവ ശക്തികളെല്ലാം തന്നെ അവർ ആരുടെ കൂടെയാണോ യുദ്ധം ചെയ്യുന്നത് ആ രാജ്യങ്ങൾക്കൊന്നും ആണവായുധമില്ല. അതിൻ്റെ നേർ വിപരീതമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ. ഒരുപക്ഷെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പൂർണ്ണ യുദ്ധം നടന്ന കാലത്ത്, അതായത് 1971 അങ്ങനെ ഒരു പൂർണ്ണ യുദ്ധം നടന്ന കാലത്ത് അന്ന് ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നീടാകട്ടെ 2 രാജ്യങ്ങളും തമ്മിൽ പൂർണ്ണ തോതിലുള്ളൊരു യുദ്ധം ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ലോകത്ത് ആണവ ചോർച്ചയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ ഒരുപാട് പേർ പിൽക്കാലത്ത് മരിച്ചിട്ടുണ്ട്. അതിപ്പോൾ ചെർണോബിലായിരുന്നാലും അങ്ങനെ പല സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ 2 ആണവ രാജ്യങ്ങൾ, 2 വൻ ശക്തികളായ ആണവ രാജ്യങ്ങൾ തമ്മിൽ ഒരു ആണവ യുദ്ധം ഉണ്ടാകുമായിരുന്ന ഒരു വർഷമായിരുന്നു 1995. കൃത്യമായി പറഞ്ഞാൽ ആ വർഷം ജനുവരി 25. സംഭവം ഒരു തെറ്റിദ്ധാരണയുടെ ഫലമാണ്. അന്ന് റഷ്യൻ പ്രസിഡന്റ് ബോറിസ് എൽസൺ ആയിരുന്നു. സാധാരണ അമേരിക്കൻ പ്രസിഡന്റിനും റഷ്യൻ പ്രസിഡന്റിനും അങ്ങനെ പല വൻശക്തി രാഷ്ട്രങ്ങളുടെ ഭരണാധികാരികൾക്കും ഒരു ന്യൂക്ലിയർ ബ്രീഫ് കേസ് ഉള്ളതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ബോറിസ് എൽസൺ തൻ്റെ ന്യൂക്ലിയർ ബ്രീഫ് കേസുമായി ഒരു ആണവാക്രമണത്തിന് അനുമതി നൽകാൻ തയ്യാറെടുത്ത ദിവസമായിരുന്നു അത്. ഒരുപക്ഷെ അന്ന് തന്നെ ലോകം അവസാനിക്കാനുള്ള എല്ലാ സാധ്യതയും നിലനിന്ന ഒരു ദിവസമായിരുന്നു. ലോകം മുഴുവൻ ഇങ്ങനെ ശ്വാസം അടക്കി പിടിച്ചു നിന്ന ദിവസം. എന്നാൽ റഷ്യ ഈ ആണവാക്രമണത്തിന് കോപ്പുകൂട്ടിയത്, അല്ലെങ്കിൽ പ്രതികാരത്തോടുകൂടി ഒരു ആണവാക്രമണം നടത്താൻ നിശ്ചയിച്ചത് ശരിക്കും അമേരിക്ക കാരണമല്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അവരുടെ ആ ഭീകരാവസ്ഥയ്ക്ക് കാരണം ഒരു ശത്രു രാജ്യമോ ആ ശത്രു രാജ്യത്തിൻ്റെ ഏതെങ്കിലും മിസൈലുകളോ ആയിരുന്നില്ല. മറിച്ച് യൂറോപ്പിലെ നോർവേ എന്ന രാജ്യം വിക്ഷേപിച്ച ഒരു കാലാവസ്ഥാ നിരീക്ഷണ റോക്കറ്റായിരുന്നു റഷ്യയെ തെറ്റിദ്ധരിപ്പിച്ചത്. സംഭവം ഇത്രയാണ്. ഈ കാലാവസ്ഥാ നിരീക്ഷണ റോക്കറ്റിന് റഷ്യ തെറ്റിദ്ധരിച്ചു. നോർവേയിലെ ആൻഡോയ ദ്വീപിൽ നിന്നാണ് ഈ റോക്കറ്റ് വിക്ഷേപിച്ചത്. ആ റോക്കറ്റിന്റെ പേര് ബ്ലാക്ക് ബ്രാൻഡ് 12 എന്ന ഗവേഷണ റോക്കറ്റാണ് ഈ പരിഭ്രാന്തിയും തെറ്റിദ്ധാരണയും ഉണ്ടാക്കിയത്. സാധാരണഗതിയിൽ പറഞ്ഞാൽ ഒരു നിരുപദ്രവകരമായ ഒരു ശാസ്ത്രീയമായ ഒരു പരീക്ഷണത്തിന് വേണ്ടി അയച്ച ഒരു റോക്കറ്റ് അന്തരീക്ഷത്തിലെ ധ്രുവദീപ്തി, അതായത് അറോറ, അതിനെക്കുറിച്ച് പഠിക്കുക എന്നതാണ് ഈ നോർവീജിയൻ റോക്കറ്റിൻ്റെ ലക്ഷ്യം. ഈ റോക്കറ്റ് വടക്കോട്ട് ബാരൻഡസ് കടലിന് മുകളിലൂടെ പറന്നുയർന്നു. അപ്പോൾ എന്ത് ചെയ്തു? റഷ്യൻ റഡാറുകൾ ആ റോക്കറ്റിനെ മനസ്സിലാക്കി. അവർ തെറ്റിദ്ധരിച്ചത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ എക്കാലത്തെയും മികച്ച മിസൈലുകളിൽ ഒന്നാണല്ലോ ട്രൈഡന്റ്. അമേരിക്കയുടെ ആണവ മിസൈലാണ്. ട്രൈഡന്റ് സെക്കൻഡിൻ്റെതിന് സമാനമായാണ് അവർക്ക് ആ റോക്കറ്റിനെ അനുഭവപ്പെട്ടത്. റോക്കറ്റിന്റെ ആ വേഗതയും അതിൻ്റെ സഞ്ചാരപഥവും എല്ലാം തന്നെ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തെറ്റിദ്ധരിപ്പിച്ചു. അതുകൊണ്ട് തന്നെ അവർക്കതൊരു അജ്ഞാത മിസൈലായി അനുഭവപ്പെട്ടു. അമേരിക്കയിൽ നിന്നോ മറ്റോ റഷ്യയിലേക്ക് വരുന്ന ഒരു ആണവായുധമായി അവരത് മനസ്സിലാക്കി. സ്വാഭാവികമായും ഒരു ആണവ മിസൈൽ തങ്ങളുടെ രാജ്യത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ ഏതൊരു രാജ്യത്തിനും ഉണ്ടാകുന്ന പരിഭ്രാന്തിയും ജാഗ്രതയും പ്രതിരോധവും റഷ്യയ്ക്കുമുണ്ടായി. അപ്പോൾ തന്നെ റഷ്യൻ സൈന്യവും പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം
സമ്പൂർണ്ണമായ ജാഗ്രതയിലേക്കും സജ്ജീകരണത്തിലേക്കും മാറി. ഒരു ആണവാക്രമണം ഉണ്ടായാൽ പ്രതിരോധം എങ്ങനെ അതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചും എങ്ങനെ പ്രതിരോധ നടപടികൾ ചെയ്യണം എന്നതിനെക്കുറിച്ചുമൊക്കെ അവർ സമ്പൂർണ്ണമായ ജാഗ്രതയിലേക്ക് പോയി. അന്നത്തെ പ്രസിഡന്റ് ബോറിസ് എൽസന്റെ മുന്നിലേക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ന്യൂക്ലിയർ ബ്രീഫ് കേസ്, അതിൻ്റെ പേര് ചെഗറ്റ് എന്നാണ്. ആണവ പ്രത്യാക്രമണത്തിന് അനുമതി നൽകാൻ അദ്ദേഹം തയ്യാറായതായി റിപ്പോർട്ടുകളും വന്നു. റഷ്യൻ മന്ത്രിമാർ, പ്രത്യേകിച്ച് പ്രതിരോധ മന്ത്രിയും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരുമെല്ലാം തന്നെ അടിയന്തരമായി യോഗം ചേർന്ന് സ്ഥിതിഗതികളെല്ലാം വിലയിരുത്തി. ഓരോ നിമിഷവും അവർക്ക് അത്രമാത്രം വിലപ്പെട്ടതായിരുന്നു. മിസൈലിൻ്റെ ലക്ഷ്യം എവിടെയെന്ന് കണ്ടെത്താൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഈ ലോകം ഒരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് ഓരോ മനുഷ്യനും ഭയന്നുപോയ നിമിഷങ്ങളായിരുന്നു. കാരണം റഷ്യ ആണവാക്രമണം നടത്തുമ്പോൾ, തിരിച്ച് അമേരിക്കയിലോ മറ്റോ ആണവാക്രമണം നടത്തുമ്പോൾ നിരപരാധികളായ ലക്ഷക്കണക്കിന് ജനങ്ങൾ മരിച്ചൊടുങ്ങും എന്ന് മാത്രമല്ല, അമേരിക്ക തിരിച്ചടിക്കുകയും ചെയ്യും. അമേരിക്ക ആള് ചെറുതല്ലല്ലോ. അങ്ങനെ ഏകദേശം 8 മിനിറ്റോളം നീണ്ടു നിന്ന ഈ അനിശ്ചിതത്വം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ടെൻഷനുണ്ടാക്കിയ, ലോകത്തിന് മുഴുവൻ ടെൻഷനുണ്ടാക്കിയ, ആശങ്കയുണ്ടാക്കിയ, പരിഭ്രാന്തി ഉണ്ടാക്കിയ നിമിഷങ്ങളിലൊന്നായി അടയാളപ്പെടുത്തി. ആ സമയത്ത് അത്രമാത്രം ഭീഷണിയിലായിരുന്നു ലോകം. എന്നാൽ പിന്നീട് ഈ ആണവാക്രമണം നടത്താത്തത്, മേൽപ്പറഞ്ഞ ഈ നോർവീജിയൻ റോക്കറ്റ് റഷ്യൻ അതിർത്തിയിലേക്ക് വരുന്നില്ലെന്നും അപകടം ഒഴിവായെന്നും റഷ്യൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മനസ്സിലായി. പിറ്റ്സ്ബർഗിന് സമീപം അത് കടലിൽ പതിച്ചതോടുകൂടി ലോകം ഒരു ആണവയുദ്ധത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷപ്പെട്ടതിൻ്റെ നെടുവീർപ്പിട്ടു. എന്നാൽ ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം, നോർവേ ഈ റോക്കറ്റ് വിക്ഷേപിക്കുന്നതിന് മുമ്പ് റഷ്യ ഉൾപ്പെടെ 30 രാജ്യങ്ങളെ അറിയിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഈ സുപ്രധാന അറിയിപ്പ് റഷ്യയുടെ ഏറ്റവും ഉയർന്ന പ്രതിരോധ സംവിധാനങ്ങളിലോ മിസൈൽ മുന്നറിയിപ്പ് കേന്ദ്രങ്ങളിലോ എത്തിച്ചേർന്നില്ല. അങ്ങനെ ഒരു ആശയവിനിമയത്തിലെ തെറ്റിദ്ധാരണയും പാളിച്ചയുമായിരുന്നു. ആ ഒരു പാളിച്ച ലോകത്തെ എന്തുമാത്രം വലിയ ദുരന്തത്തിലേക്ക് തള്ളിവിടുമായിരുന്നു എന്ന് നമ്മൾ ഇന്ന് ഓർക്കണം. അത് മാത്രവുമല്ല, ശീതയുദ്ധം അവസാനിച്ചപ്പോഴേക്ക് ലോകത്തിലെ ഒരു ആണവ ഭീഷണിയും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെയും ഒക്കെ സാധ്യതയുമൊക്കെ അവസാനിച്ചതായി ലോകം കരുതി ആശ്വസിക്കുകയായിരുന്നു. അപ്പോൾ പോലും ഒരു ആണവ യുദ്ധ ഭീഷണി ലോകത്ത് വളരെയധികം നിലനിന്നിരുന്നു. എത്രമാത്രം നിലനിന്നിരുന്നു എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തെറ്റിദ്ധാരണ പോലും വലിയ ഒരു യുദ്ധത്തിലേക്കും ദുരന്തത്തിലേക്കുമൊക്കെ വഴി തുറന്നേക്കാമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതിനെ ബ്ലാക്ക് ബ്രാൻഡ് സ്കെയർ എന്നാണ് അറിയപ്പെടുന്നത്, അഥവാ നോർവീജിയൻ റോക്കറ്റ് ഇൻസിഡന്റ്. ഇത് ലോകത്തിന് വലിയൊരു പാഠമായി മാറിയിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു ചെറിയ പിഴവ് പോലും വലിയ വില നൽകേണ്ടി വരുന്ന ദുരന്തങ്ങളായി പരിണമിക്കാമെന്ന് ഇത് ലോകത്തെ ജനങ്ങളെ എന്നും ഓർമ്മിപ്പിക്കുകയാണ്.